പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നാം. 2025. സാധാരണ നിലയിൽ ഒരു മനുഷ്യായുസിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഓരോ വർഷവും വന്നു പോകുന്നു എന്നതിനപ്പുറം പലരും അതൊരു പാഠമാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വർഷം, ദിവസം, മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ് ഒക്കെയും വിലയേറിയതാണ്. വൃഥ നഷ്ടപ്പെടുത്താനുള്ളതല്ല അവയൊന്നും തന്നെ. പടച്ചവൻ നൽകിയ അനുഗ്രഹമാണ് സമയം. ആ സമയത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് വിശ്വാസി നിർവഹിക്കേണ്ടുന്ന ധർമ്മം. മനുഷ്യേതര സമൂഹങ്ങളൊന്നും തന്നെ പുതുവർഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരല്ല, ആലോചിക്കുന്നവരല്ല. നമ്മൾ ഓരോ വർഷം കഴിയുന്തോറും അതേക്കുറിച്ച് ചില പഠനങ്ങൾ, ചില പരിശോധനകൾ നടത്താറുണ്ട്. ഇക്കഴിഞ്ഞ 2024 സംഭവ വികാസങ്ങളെ ഒരു അവലോകനമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചതാണ്. വയനാട് നടന്ന ദുരന്തം പോലുള്ള പ്രയാസകരമായ അവസ്ഥകൾ, ഗസ പോലുള്ള പ്രദേശത്ത് നടക്കുന്ന ദുരന്തപൂർണമായ യുദ്ധക്കെടുതികളൊക്കെ തന്നെയും നമ്മൾ കഴിഞ്ഞ വർഷത്തിലൂടെ അനുഭവിച്ചതാണ്. പുതിയ വർഷത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ജീവിതം എന്നുള്ളത് ഇത്തരം കയറ്റിറക്കങ്ങളോടെ തുടരുന്ന ഒരു കാര്യം തന്നെയാണ്. ഓരോ സമയത്തും പ്രയാസങ്ങളും സന്തോഷങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ സന്തോഷിച്ച വർഷമായിരുന്നു കഴിഞ്ഞ വർഷമെങ്കിൽ ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് പ്രയാസം അനുഭവിച്ച വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ്. പക്ഷെ ഒന്ന് വസ്തുതയാണ്, നമുക്ക് ആയുസ് കൂടുന്നു എന്നതിനർത്ഥം, നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതിനർത്ഥം നമ്മൾ മരണവുമായി ഒരിക്കൽ കൂടി അടുത്തിരിക്കുന്നു എന്നാണ്. നമ്മൾ മരണവുമായി ഒരു വർഷം കൂടി അടുത്തിരിക്കുന്നു എന്നാണ്. നേരത്തെ കണക്ക് കൂട്ടിയതിനപ്പുറം ഒരു വർഷം കൂടി കുറഞ്ഞിരിക്കുന്നു നമ്മുടെ മരണത്തിലേക്കുള്ള യാത്ര. ജീവിതത്തിന് ഒരു വയസ്സ് കൂടി എന്ന് കണക്ക് കൂട്ടിയാൽ, അതൊരു ഉയർച്ചയാണെന്ന് കണക്ക് കൂട്ടിയാൽ, മരിക്കുക എന്നത് കണക്ക് കൂട്ടുമ്പോൾ ഒരു താഴ്ചയായി അതിൻ്റെ സമയം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. ഓരോ ദിവസവും സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ടതാണ്, ഓരോ സമയവും പ്രിയപ്പെട്ടതാണ്. വെറുതെ ചെലവഴിക്കാനുള്ളതല്ല അത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് നമ്മൾ അത് ഓർത്ത് നാളെ പട്ടിണി കിടക്കില്ല. നാളെയും നമുക്ക് ഭക്ഷണം ആവശ്യമാണ്. ഇന്ന് സുഖമായി വീട്ടിൽ കിടന്നുറങ്ങിയ നമ്മൾ നാളെ തെരുവിൽ പോയി കിടന്നുറങ്ങില്ല. നമുക്ക് സുഖമായി ഉറങ്ങണം. നമ്മളുടെ ആവശ്യങ്ങൾ പലതാണ്. ചില അത്യാവശ്യങ്ങളെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്, അത് നഷ്ടപ്പെട്ടു പോകരുത് എന്ന്. ഇന്ന് നമ്മുടെ കയ്യിലുള്ളതൊക്കെയും എല്ലാ വിഭവങ്ങളും ദൂർത്തടിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മൾ പ്രയാസപ്പെടുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ട്. അത് കേവലം ഭൗതികമായ താല്പര്യങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകരുത് എന്നാണ് ഇസ്ലാം നിർദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ മനസ്സകം, നമ്മുടെ ജീവിതം നല്ല രീതിയിൽ സൽക്കർമ്മങ്ങളിലൂടെ, പുണ്യങ്ങളിലൂടെ പ്രവർത്തനക്ഷമമാക്കി കൊണ്ടുപോയാൽ അതായിരിക്കും ആത്യന്തികമായി നമുക്ക് വിജയമായി ഭവിക്കുക എന്ന്. ഇന്നത്തെ ആരോഗ്യപരമായ ഭക്ഷണശീലങ്ങൾ ഇന്നും നാളെയും ഒക്കെ നമ്മുടെ ആരോഗ്യം നിലനിർത്തുമെങ്കിലും അത് ക്ഷയിക്കുന്ന ഒരു സമയം, അത് ഇല്ലാതായി പോകുന്ന ഒരു സമയം നമുക്ക് വരും. എന്നാൽ മനസ്സകം നമ്മൾ അമലുകൾ കൊണ്ട്, സ്വാലിഹാത്തുകൾ കൊണ്ട് നിറച്ചാൽ അതിനൊരിക്കലും ക്ഷയം സംഭവിക്കുകയില്ല എന്ന് മാത്രമല്ല, അത് ഏറ്റവും മനോഹരമായ രീതിയിൽ നമുക്ക് തുടർ ജീവിതത്തിൽ ലഭിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഉമർ റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുകയുണ്ടായി, ഹാസബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും മുമ്പ്, അതെ, നമ്മുടെ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെയും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അങ്ങനെ ഒരു വിചാരണ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യണം. നമ്മൾ ഓരോരുത്തരും സ്വയം വിചാരണ ചെയ്യണം. ഒരു വർഷക്കാലത്തെ കണക്ക് മാത്രമല്ല, ഒരു ദിവസത്തെ കണക്ക്. ഇന്ന് രാത്രി നമ്മൾ പോയി കഴിഞ്ഞാൽ, ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റു,
നമ്മൾ ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്തു, നമ്മൾ ഇന്നാലിന്ന സ്ഥലങ്ങളിൽ പോയി, ഇന്നാലിന്ന കർമ്മങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ കണക്ക് കൂട്ടാൻ നമുക്ക് കഴിയും. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കഴിഞ്ഞ് ഇന്നത്തെ ദിവസത്തെ യാത്രയും ഇന്നത്തെ ദിവസത്തെ സംഭവവികാസങ്ങളും ഓർക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇന്ന് തന്നെ അതേക്കുറിച്ചൊരു അവലോകനം. ഇന്ന് നമുക്ക് എന്തെങ്കിലും പോരായ്മ വന്നു പോയാൽ, ഇന്ന് നമുക്ക് എന്തെങ്കിലും വാക്കുകളിൽ സൂക്ഷ്മത കുറവ് വന്നു പോയാൽ അത് പരിഹരിച്ചു കൊണ്ട് വേണം നാളെ നമ്മുടെ ജീവിതം തുടങ്ങാൻ. ഉമർ റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്, നമ്മുടെ ജീവിതമായിരിക്കണം നമുക്ക് പാഠമാകേണ്ടത് എന്നാണ്. നമ്മിൽ നിന്നും വരുന്ന ന്യൂനതകളും പോരായ്മകളും തെറ്റുകളും അബദ്ധങ്ങളും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളത് ഒരിക്കലും മനുഷ്യന് പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നമ്മെ കുറിച്ചുള്ള ഒരു ആത്മപരിശോധന നടത്തണം. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്, വൽ അസ്ർ, കാലം സാക്ഷിയാണ്. കാലത്തെ കൊണ്ട് സത്യം ചെയ്ത് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയമായും ഉറപ്പായും, അതിന് വേറെ ഒരു സംശയമൊന്നുമില്ല, ഉറപ്പായും മനുഷ്യരൊക്കെയും നഷ്ടത്തിലാണ്, എല്ലാവരും നഷ്ടത്തിലാണ്. കാലത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ്, കാലത്തെ സത്യം ചെയ്തുകൊണ്ടാണ് ഖുർആൻ ഇത് സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ നഷ്ടക്കാരിലാണ്. എന്നാൽ നഷ്ടം സംഭവിക്കാത്ത ചില വിഭാഗങ്ങളെ തുടർന്ന് പറയുകയാണ്. ഒന്ന്, ഇല്ലല്ലദീന ആമനു, അതേ വിശ്വാസികളായവർ, പരിപൂർണമായും സത്യമതം, സത്യത്തിൽ വിശ്വസിച്ച ആളുകൾ, വഅമലു സ്വാലിഹാത്ത്, അതനുസരിച്ച് തന്റെ പ്രവർത്തനങ്ങൾ ക്രമപ്പെടുത്തിയവർ, വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ, സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിച്ചവരും ഒഴികെ. സത്യം ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി അതിനു വേണ്ടിയുള്ള യാത്രയിൽ, അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. നമുക്ക് സത്യമേ ഏത് സന്ദർഭത്തിലും പറയാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തോടെ പ്രയാണം തുടരുന്ന, ജീവിതം ജീവിച്ച് തീർക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് രക്ഷയുണ്ടാകും, അവന് വിജയമുണ്ടാവും, അവന് നേട്ടമുണ്ടാവും. അല്ലാത്തവരൊക്കെ തന്നെയും നഷ്ടക്കാരിയാണ്, നഷ്ടപ്പെടുന്നവരാണ് എന്ന് ഖുർആൻ സമയത്തെ, കാലത്തെ, ഇതുപോലെ വർഷത്തെ, വർഷങ്ങളെ ഒക്കെ തന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി, ലാ യുൽദഉൽ മുഅ്മിൻ, ലാ യുൽദഉ, ഒരിക്കലും ഒരാളെ കടിക്കുകയില്ല, കൊത്തുകയില്ല, അൽ മുഅ്മിൻ, വിശ്വാസിയെ, ലാ യുൽദഉൽ മുഅ്മിനു, വിശ്വാസിയെ കടിക്കുകയേ ഇല്ല, മിൻ ജുഹ്രിൻ മർറത്തൈൻ, ഒരു മാളത്തിൽ നിന്ന് ഒന്നിലധികം തവണ, 2 തവണ ഒരു മാളത്തിൽ നിന്ന് ഒരു വിശ്വാസിയെ കടിക്കുന്നതല്ല. പാമ്പാവട്ടെ, വിഷജീവികളാവട്ടെ, ഒരു മാളത്തിൽ കൈയിട്ട് നമുക്കൊരു അനുഭവം ഉണ്ടായാൽ പിന്നീട് നമ്മൾ ആ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് വീണ്ടും ആ മാളത്തിൽ കൈയിടാൻ ശ്രമിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഓരോ യാത്രയും പാഠമാണ്. തുടർ ജീവിതത്തിൽ, തുടർ യാത്രയിൽ തൊട്ടു മുമ്പുണ്ടായിരുന്ന പ്രയാസങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമമായിരിക്കും അവൻ നടത്തുക. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാളത്തിൽ നിന്ന് 2 തവണ പാമ്പ് കടിക്കുകയില്ല എന്ന പ്രവാചകന്റെ അധ്യാപനം നമുക്ക് മാതൃക ആവേണ്ടതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, 2024 365 ദിവസം നമ്മൾ എത്ര വക്ത് നമസ്കരിക്കണം? നിർബന്ധ നമസ്കാരം മാത്രമെന്ന് കണക്കൂട്ട് നോക്കൂ. 1825 വക്ത് നിർബന്ധ നമസ്കാരം നിർവഹിക്കേണ്ടവരാണ് നാം. 1825 വഖത്ത് നമസ്കാരം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചില സന്ദർഭങ്ങളിൽ നമസ്കാരത്തിന് അവർക്ക് ഇളവുണ്ട്. അത് മാറ്റി നിർത്തിയാൽ കുറേ നമസ്കാരങ്ങൾ അവരും നിർബന്ധമായി തന്നെ നിർവഹിച്ചിരിക്കണം. ഇതൊക്കെയും നിർവഹിച്ചവരാണ് നാം, ഇതൊക്കെയും നിർവഹിക്കുന്നവരാണ് നാം. കുറേ നമസ്കരിച്ചില്ലേ, 1000-ഓളം നമസ്കാരം നിർവഹിച്ചില്ലേ. ഒരു നേരത്തെ നമസ്കാരം ഒന്ന് ഒഴിവാക്കി കളയാമെന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരു ചിന്ത നമ്മിലുണ്ടായാൽ നമ്മുടെ വിശ്വാസം പൂർണ്ണമല്ല. എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു വിഷയം, അങ്ങനെ നമസ്കാരം നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ട് നാം നമസ്കാരം നിർബന്ധമായി നിർവഹിച്ചു കൊണ്ടിരിക്കെ തന്നെ നമുക്ക് ഈ വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരു വിഷയം എന്താണെന്നോ, നമുക്ക് ഈ 1825 തവണയത്തെ നമസ്കാരങ്ങൾ, എത്ര നമസ്കാരങ്ങൾ
പള്ളിയിൽ നിന്ന് ജമാഅത്തായി നിർവഹിക്കാൻ കഴിഞ്ഞു. ഒരു പാഠമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സത്യവിശ്വാസിയെ ഒന്നിലധികം തവണ മാളത്തിൽ നിന്ന് പാമ്പ് കടിക്കൂല. നമുക്ക് എത്ര തവണ ജമാഅത്തായി നമസ്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതായിരിക്കണം ഒരു പുതിയ വർഷം പിറക്കുമ്പോൾ ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ടുന്ന പ്രധാനപ്പെട്ട ചോദ്യം, പ്രധാനപ്പെട്ട അവലോകനം. ജമാഅത്ത് നമസ്കാരവും ഒറ്റക്കുള്ള നമസ്കാരവും തമ്മിലുള്ള പ്രതിഫലത്തെക്കുറിച്ച് നമുക്കറിയാം. പടച്ചവൻ ദർഗകൾ, നമുക്ക് പദവികൾ, സ്ഥാനങ്ങൾ ഉയർത്തി തരുന്ന ജമാഅത്ത് നമസ്കാരത്തെ കുറിച്ച് നമ്മൾ ഇവിടെ ക്ലാസ്സൊക്കെ എടുത്തതാണ്, ഖുതുബകളിൽ പറഞ്ഞതാണ്. അതിന്റെ ഗൗരവം തുടർ ജീവിതത്തിൽ ഇനി അങ്ങോട്ടെങ്കിലും ഈ 2025 അവസാനിക്കുമ്പോൾ അള്ളാഹു നമുക്ക് ആയുസ് തന്നെങ്കിൽ അന്ന് കണക്ക് കൂട്ടുമ്പോൾ ഈ വർഷത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ നിർബന്ധ നമസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു. അതൊരു വർഷത്തെ പൂർണ്ണതയിൽ എത്തുമ്പോൾ ഡിസംബർ 31-ാം തീയതി കണക്ക് കൂട്ടേണ്ട കാര്യമല്ല. അത് ഇന്ന് തന്നെ, നാളെ തന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇന്നത്തെ 5 വക്ത് നമസ്കാരത്തിൽ എത്ര വക്ത് നമസ്കാരങ്ങൾ നമുക്ക് ജമാഅത്തായി നിർവഹിക്കാൻ കഴിയും എന്ന ഒരു പരിശോധന നമുക്ക് നടത്താവുന്നതാണ്. നോക്കൂ, ഇനി അത് ആവർത്തിക്കരുതെന്ന പാഠമാണ്. അവയൊക്കെ കൃത്യതയോടെ നിർവഹിച്ച് ഇനിയുള്ള ജീവിതത്തിൽ അത്തരത്തിലുള്ള വ്യതിചലനം, അതായത് ജമാഅത്ത് നിസ്കാരത്തിന് അലസമായി പല കാരണങ്ങൾ കൊണ്ട് ജമാഅത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ വരും. ജോലിയുടെ, യാത്രയുടെ ഒക്കെ വിഷയങ്ങളുണ്ട്. അല്ലാത്ത രീതിയിൽ അലസമായിക്കൊണ്ടാണ് അങ്ങനെ നിർവഹിക്കുന്നെങ്കിൽ തുടർ ജീവിതത്തിൽ അതിനെ ആവർത്തിക്കുകയില്ല എന്ന ഒരു വീണ്ടും വിചാരമാണ് നമുക്ക് പുതുവർഷത്തിൽ എടുക്കേണ്ടുന്നത്. ഇത് വെറും നമസ്കാര വിഷയത്തിൽ മാത്രമല്ല, നോമ്പാവട്ടെ, സക്കാത്താവട്ടെ, ഹജ്ജാവട്ടെ. പലപ്പോഴും ഹജ്ജ് ഒത്തിരി ത്യാഗമുള്ള കാര്യമാണ്. ഈ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകണം, ധനച്ചെലവുണ്ട്, ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് ഈ വർഷം വേണ്ട, അടുത്ത വർഷമാവട്ടെ എന്ന് കണക്കുകൂട്ടുന്ന പലരും ഉണ്ടാവാം. അങ്ങനെ വർഷങ്ങൾ അങ്ങനെ നീണ്ടുപോകും. എന്നിട്ട് അവസാനം പോകാൻ തീരുമാനിക്കുമ്പോൾ ആരോഗ്യപരമായി ക്ഷയിച്ചിട്ടുണ്ടാവാം, സാമ്പത്തികമായി പ്രയാസം ഉണ്ടായിട്ടുണ്ടാവാം, പോകാൻ കഴിയാതെ വന്നേക്കാം. അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഒരിക്കലും വിശ്വാസിയിൽ നിന്ന് ഉണ്ടാവരുത്. ഈ വർഷമാണ് പോകാൻ ഉദ്ദേശിക്കുന്നതിൽ എങ്കിൽ അതിനു വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം ഇപ്പൊ തന്നെ നടത്തുക എന്നുള്ളതായിരിക്കണം വിശ്വാസി അവന്റെ മനസ്സിൽ കൊണ്ടുവരേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അടുത്ത സമയത്തേക്ക്, അടുത്ത വർഷത്തേക്ക്, അടുത്ത ഹജ്ജിലേക്ക് നമ്മൾ ഉണ്ടാകുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ളപ്പോൾ, സമ്പത്തുള്ളപ്പോൾ, സൗകര്യമുള്ളപ്പോൾ അത് നിർവഹിക്കുക എന്നുള്ളതായിരിക്കണം വിശ്വാസം നിർവഹിക്കേണ്ടുന്നത്. നോക്കൂ, നമ്മുടെ മരണത്തെക്കുറിച്ച്, ലോകം അവസാനിക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് ഉത്ബോധനങ്ങൾ ലഭിച്ചു കഴിഞ്ഞതാണ്. എപ്പോഴാണ് മരിക്കുക എന്ന് നമ്മൾ അറിയില്ല. എപ്പോഴും ഖുതുബയിൽ നമ്മൾ ഇത് സൂചിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മരണം എപ്പോഴാണെന്ന് നമുക്കറിയില്ല. ഖിയാമത്ത് നാൾ, അവസാന നാൾ, എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വിചാരണ എപ്പോഴാണെന്ന് നമുക്കറിയില്ല. നമ്മൾ വിചാരിക്കുകയാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ലേ അത് എന്ന് ഖുർആൻ പറയുന്നു. ഇന്നഹും യറൗനഹു ബഈദ, തീർച്ചയായും അവർ അതിനെ വിദൂരമായി കാണുകയാണ്. നമ്മൾ ഒരുപാട് അകലെയാണ്. നമ്മുടെ മരണവും ലോകാവസാനവും വിചാരണയും സ്വർഗനരകങ്ങളുടെ ആ വേർതിരിവും ഒക്കെ ഒരുപാട് കാലങ്ങൾക്ക്, യുഗാന്തരങ്ങൾക്ക് ശേഷമാണ് എന്നാണ് നമ്മൾ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു പറയുന്നു, വനറാഹു ഖരീബാ, നാം അതിനെ അടുത്തായും കാണുന്നു, വളരെ അടുത്തായി അള്ളാഹു അതിനെ കാണുന്നു എന്ന ഖുർആൻ പറയുന്നത്. തൊട്ടടുത്ത നിമിഷം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊരു ദൗത്യവും നിർവഹിക്കാനില്ല. ബർസഖിയായ ജീവിതത്തിലാവട്ടെ, പരലോകത്തെത്തിപ്പെടുമ്പോഴാവട്ടെ, നമുക്ക് നമ്മുടേതായ മറ്റൊരു കാര്യവും അവിടെ വെച്ച് സ്വതന്ത്രമായി നിർവഹിക്കാൻ കഴിയില്ല. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് വിചാരണക്ക് പോകേണ്ടുന്ന സമയമാണ് ഖുർആൻ സൂചിപ്പിക്കുന്ന. അതേക്കുറിച്ച് ഞാനത് പറയാം. വളരെ എളുപ്പത്തിൽ വർഷങ്ങളോളം, നീണ്ട വർഷങ്ങളോളം, എത്രയെത്ര വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വലിയപ്പയുടെ മരിച്ചു പോയിട്ട് ഉറങ്ങിക്കിടക്കുകയാണ് കബറിൽ. എത്ര നൂറ്റാണ്ടുകളായി പലരും ഉറങ്ങിക്കിടക്കുകയാണ്. വളരെ പെട്ടെന്ന് ഒരു ദിവസമോ അതിൽ കുറഞ്ഞ സമയമോ മാത്രമേ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ എന്നായിരിക്കും അവർക്ക്
നാളെ അള്ളാഹു കാഹളത്തിലൂതപ്പെട്ട് മനുഷ്യരെ വിചാരണക്കായി വിളിക്കുന്ന സന്ദർഭത്തിൽ അനുഭവപ്പെടുക എന്നും ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നഹും യറൗനഹു ബഈദാ, നമ്മളതിനെ വളരെ ദൂരത്തായി കാണുന്നു, പക്ഷേ വനറാഹു ഖരീബാ, അള്ളാഹു അതിനെ വളരെ എളുപ്പത്തിലും കാണുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയുണ്ടായി, ലാ തഖൂമു സ്സാഅത്തു ഹത്താ യതഖാറബു സ്സമാൻ, വളരെ ധൃതിയിൽ, സമയം വളരെ ധൃതിയിൽ അങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരു സമയം വരാൻ പോവുകയാണ്. നമ്മുടെ സമയം, നമ്മുടെ മിനിറ്റുകൾ, നമ്മുടെ മണിക്കൂറുകൾ, ദിവസങ്ങളും മാസങ്ങളും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരുകയാണ്. നമ്മളൊക്കെ ഇപ്പോഴും ആലോചിക്കുന്നുണ്ടാവാം, കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ് ഈ വെള്ളിയാഴ്ച എത്ര വേഗമാണ് വന്നത് എന്ന്. 2024 കഴിഞ്ഞ് 2025 പ്രവേശിച്ചു എന്ന് നമുക്ക് തോന്നുന്നുണ്ട്, വളരെ വേഗം കഴിഞ്ഞു എന്ന് പ്രവാചകൻ സൂചിപ്പിക്കുകയുണ്ടായി. അതെ, ഒരു വർഷം അക്കാലത്ത് അങ്ങനെ സമയം വളരെ ധൃതിയിൽ പോകുന്ന ഒരു സന്ദർഭം വരാനിരിക്കുന്നു. അതിനു മുമ്പായി ഖിയാമത്ത് നാൾ ഉണ്ടാവുന്നില്ല. എന്നിട്ട് പറയാണ്, അന്നൊരു വർഷം ഒരു മാസം പോലെയും, ഒരു മാസം ഒരു ആഴ്ച പോലെയും, ഓരോ ആഴ്ചയും ഓരോ ദിവസം പോലെയും, ഓരോ ദിവസവും ഓരോ മണിക്കൂർ പോലെയും, അങ്ങ് ഓരോ മണിക്കൂറും അങ്ങ് തീപിടിച്ചങ്ങ് കെട്ടുപോകുന്നത് പോലെ വളരെ വേഗത്തിൽ അങ്ങ് കഴിഞ്ഞു പോകും. മറ്റൊരു വചനത്തിൽ കാണാം, ഈന്തപ്പനയുടെ ഉണങ്ങിയ ഈന്തപ്പനയുടെ ഇല കത്തിക്കരിയുന്നത് പോലെ തീപിടിക്കും, ആളിപ്പടരും, കെട്ടുപോകും. അത്ര വേഗത്തിൽ നമ്മുടെ മണിക്കൂറുകൾ, നമ്മുടെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്ന ഒരു കാലം വരാനിരിക്കുന്നു. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. അത് പിന്നീട് വരേണ്ടുന്ന കാലമൊന്നുമല്ല, നമ്മളിപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണത്. വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ, എല്ലാവർക്കും ധൃതിയാണ്, ധൃതിയിലുള്ള നെട്ടോട്ടത്തിലാണ്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ആ സമയത്തിന്റെ വില അവർ തിരിച്ചറിയണം. പരലോകത്തെ വെച്ച് അവിശ്വാസികളോട് അള്ളാഹു ചോദിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, കാലക്കം ലഭിത്തും ഫിൽ അർദി അദദ സിനീൻ, സൂറത്തുൽ മുഅ്മിനൂൻ പറയാണ്, അവർ അഥവാ അള്ളാഹു ചോദിക്കും, ഭൂമിയിൽ നിങ്ങൾ താമസിച്ച കൊല്ലങ്ങളുടെ കൊല്ലം എത്രയാണ്, എത്ര കാലം നിങ്ങൾ ഭൂമിയിൽ താമസിച്ച കൊല്ലങ്ങൾ ഒന്ന് പറയൂ, കണക്ക് പറയൂ, ഭൂമിയിലുണ്ടായിരുന്ന കാലം. ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗമിൻ ഫസ്അലിൽ ആദീൻ, അവർ പറയും, ഞങ്ങൾ ഒരു ദിവസമോ നമ്മൾ ഭൂമിയിൽ 10-60 വർഷക്കാലത്തിന് മേലെയായി ഇല്ലേ നമ്മളിൽ പറയുന്ന ആളുകളും ജീവിച്ചു കൊണ്ടിരിക്കുന്നു. 30-40 വർഷമായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യപരമായി ക്ഷീണം ബാധിച്ച് എന്താ സമയം പോകാത്തത് എന്നിങ്ങനെ ആലോചിച്ച് വിരസമായ ജീവിതം നയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അള്ളാഹു അവിടെ വെച്ച് ഇവിടുത്തെ ജീവിതത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ അല്പഭാഗമോ ആണ് ഇവിടെ താമസിച്ചിട്ടുണ്ടാവുക. ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ ഒരു വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഒരു ഉച്ച വരെ, അത്രയേ അവർക്ക് അനുഭവപ്പെടുന്നുള്ളൂ. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ ഒരു രാജാവിന്റെ ദുഷ്ചെയ്തിക്കെതിരെ വിശ്വാസവുമായി ജീവിച്ച് പൊരുത്തപ്പെടാൻ കഴിയാതെ ആ രാജാവിനാൽ ബഹിഷ്കൃതരാക്കപ്പെട്ട് ആ രാജാവിന്റെ പീഡനം ഭയപ്പെട്ട് യാത്ര തിരിച്ച 7ഓളം യുവാക്കൾ അസ്ഹാബുൽ കഹ്ഫ്, അവർ ഗുഹയിലെത്തി. ഗുഹയിൽ അവർ ഉറങ്ങിപ്പോയി. അവരെ കുറിച്ച് ഖുർആൻ സൂചിപ്പിക്കുകയാണ് സൂറത്തുൽ കഹ്ഫിൽ, വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദൂ 9. അവർ അവരുടെ ആ ഗുഹയിൽ 300 വർഷക്കാലം താമസിച്ചു. 9 വർഷം കൂടുതലും 309 വർഷക്കാലം അവരവിടെ താമസിച്ചു. ആ താമസത്തെ കുറിച്ച് അവർ പരസ്പരം പറയുകയാണ്, ഖാല ഖായിലും മിൻഹും കം ലബിത്തും ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം. അവരിൽ ഒരാൾ പറയുകയാണ്, നിങ്ങൾ എത്ര കാലമാ ഇവിടെ കഴിച്ചു കൂട്ടിയത്? അപ്പോ മറ്റുള്ളവർ പറയുന്നു, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ ചെറിയൊരു ഭാഗമായി നമ്മൾ ഈ ഗുഹയിലെത്തിയിട്ട് ആയിട്ടുള്ളൂ എന്നവർ പറയും. ഉറങ്ങിപ്പോയി, വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം ഉറങ്ങിപ്പോയി. അള്ളാഹു ഉറക്കിക്കിടത്തിയവരെ അള്ളാഹു ഉറക്കത്തിലൂടെ അവരെ സംരക്ഷിച്ചു. അങ്ങനെയുള്ള അവർക്ക് പോലും അനുഭവപ്പെടുന്നത്
ഒരു ദിവസം, ഒരു ചുരുങ്ങിയ സമയം, അതാണ് ജീവിതം. നമ്മുടെയൊക്കെ ജീവിതം കഴിഞ്ഞു പോയി. പലരും പഴയ കാലത്തെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ ആ യുവാവായിരുന്ന, സ്കൂളിൽ പഠിച്ചിരുന്ന, വിദ്യാർത്ഥിയായിരുന്ന, ജോലി ചെയ്തിരുന്നതൊക്കെ കാലം, അന്നത്തെ സൗഹൃദം, അന്നത്തെ ബന്ധങ്ങൾ, അന്നത്തെ ജീവിത രീതി, അതൊക്കെ ഇപ്പൊ ഓർത്ത് അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വേഗമാണ് ഇതൊക്കെ കഴിഞ്ഞു പോയത് എന്ന്. ഈ ജീവിതത്തോട് നമുക്ക് ആർത്തി ഉണ്ടാവരുത്. ഈ ജീവിതത്തോട് നമുക്ക് വല്ലാത്ത മറ്റതിനേക്കാളും വലിയ അഭിനിവേശം ഉണ്ടാകരുത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലം ദഅവാ പ്രവർത്തനവുമായി ജനങ്ങൾക്കിടയിൽ ജീവിച്ചു. വളരെ ചുരുങ്ങിയ ആളുകളാ വന്നുള്ളൂ. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 950 വർഷക്കാലം പ്രബോധനം ചെയ്തെങ്കിൽ നമ്മളൊരു 60 വയസ്സ്, ഒരു 50 വയസ്സ്, ഒരു 70 വയസ്സാകുമ്പോഴേക്കും ക്ഷീണിച്ചു പോവുകയാണ്, തളർന്നു പോവുകയാണ്. എന്നാൽ നോക്കൂ, നിങ്ങൾ ഒരു 10 തലമുറ നിർവഹിക്കേണ്ടുന്ന ദൗത്യം നിർവഹിച്ച പ്രവാചകൻ തളർന്നില്ല, ക്ഷീണിച്ചില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ടും വന്നത് വളരെ വളരെ കുറച്ച് ആളുകൾ. അക്കാലത്ത് വലിയ സുദീർഘമായ ഒരു കാലയളവ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചെങ്കിലും ഇന്ന് ആ ദൗത്യങ്ങളൊക്കെ പൂർത്തിയാക്കി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പോയി പറഞ്ഞിട്ട് യുഗാന്തരങ്ങളായി അന്ന് ഏറ്റവും ത്യാഗപൂർവം ജീവിച്ച നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ കൽപ്പനകളെ അക്ഷരപ്രതി അനുസരിച്ച് ജീവിച്ച നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ന് സന്തോഷിക്കുന്ന മാനസികാവസ്ഥയിലാ. ഇനി ഉറക്കമുണർന്ന് എഴുന്നേൽക്കുമ്പോ, പടച്ചവൻ വിളിക്കുമ്പോ സന്തോഷകരമായ അവസ്ഥയിലായിരിക്കും അള്ളാഹുവിനെ സമീപിക്കുക. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടൊപ്പം ഒന്നിച്ച് ജീവിച്ച നൂഹ് നബിയുടെ ഭാര്യ, നൂഹ് നബിയുടെ മകൻ, അങ്ങനെ കുറെ ആളുകൾ, അവരും അക്കാലത്ത് ജീവിച്ചു മരിച്ചുപോയി. പക്ഷേ അവർക്ക് ആ സന്തോഷം ലഭിക്കില്ല. അവർക്ക് ബർസഖി ജീവിതത്തിൽ പോലും പ്രയാസകരമായ സ്വപ്നങ്ങൾ, അനുഭവങ്ങൾ ഉണ്ടാകും. നാളെ എഴുന്നേൽക്കുമ്പോൾ ഖേദിച്ച് വിരൽക്കടിച്ചു കൊണ്ടായിരിക്കും അവർക്ക് എഴുന്നേൽക്കാൻ കഴിയുക. അവർ വിശ്വാസികളായിരുന്നില്ല. സ്വന്തം മകൻ പോലും, സ്വന്തം ഭാര്യ പോലും വിശ്വാസത്തിലേക്ക് വന്നില്ല. നോക്കണം, അവരുടെ ജീവിതം കഴിഞ്ഞുപോയി. അവർ പക്ഷേ അന്ന് നിർവഹിച്ചത്, നന്മ നിർവഹിച്ചവർക്ക് നന്മയുടെ ഒരവസ്ഥയിലേക്ക് അവർ എഴുന്നേൽക്കാൻ പോവുകയാണ്. തിന്മ ചെയ്തവർ വേദാരോടെ പ്രയാസത്തോടെ ആയിരിക്കും എഴുന്നേൽക്കുക. നോക്കൂ, ഈ ജീവിതത്തിൽ ആർത്തി വേണ്ടേ വേണ്ട. തീർച്ചയായും ജനങ്ങളിൽ വെച്ച് ജീവിതത്തോട് ഏറ്റവും ആർത്തിയുള്ളവരായി അവരെ അഥവാ യഹൂദരെ നിങ്ങൾക്ക് കാണാം. യഹൂദ വിശ്വാസികളെ കാണും ആർത്തി അവർക്കായിരുന്നു. എന്നിട്ട് അവർ ആഗ്രഹിക്കുകയാണ്, ഓരോരുത്തരും ആഗ്രഹിക്കുകയാണെന്ത്, തനിക്ക് 1000 കൊല്ലത്തെ ആയുസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന്. 1000 കൊല്ലത്തെ ആയുസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന്. 1000ഓളം കൊല്ലത്തെ ആയുസ് കിട്ടിയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആയുസ് പൂർത്തിയായി പോയില്ലേ? അദ്ദേഹത്തോടൊപ്പം ജീവിച്ച, അദ്ദേഹത്തിന്റെ വിശ്വാസം ഉൾക്കൊള്ളാത്ത ആളുകൾ അങ്ങനെ ഒരുപാട് കാലം ജീവിച്ചു പോയില്ലേ? ഇവരും കൊതിക്കുകയാണ് 1000 വർഷം, എന്നാൽ അത് അവസാനമില്ല എന്നാ കണക്ക് കൂട്ടുന്നത്. അവരിൽ ഓരോരുത്തരും കൊതിക്കുന്നത് തനിക്ക് 1000 കൊല്ലത്തെ ആയുസ് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. ഒരാൾക്ക് ദീർഘായുസ് ലഭിക്കുക എന്നത് അയാളെ ദൈവിക ശിക്ഷയിൽ നിന്ന് അകറ്റിക്കളയുന്ന കാര്യമല്ല. ദീർഘായുസ് ലഭിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അയാൾ നല്ലവനാണ് എന്ന് വിധി എഴുതാൻ കഴിയില്ല. അയാളുടെ ജീവിതം ആ കാലത്തിന് ശേഷവും 1000 കൊല്ലത്തിന് ശേഷവും അവസാനിക്കും. അപ്പൊ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, ആ ജീവിക്കാൻ ലഭിക്കുന്ന, ജീവിതത്തിന് ലഭിക്കുന്ന സമയം, ആ സമയം എത്ര നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് വിശ്വാസി ആലോചിക്കേണ്ടത് എന്ന് നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, പുതിയ കാലം നമ്മളിപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും, ഒരു ബ്ലോഗർ, ഒരു യൂട്യൂബർ കുറെ യുവതികളോടുള്ള ചോദ്യം ചോദിക്കുകയാണ് കല്യാണത്തെ കുറിച്ച്, വിവാഹം എന്ന രീതിയെ കുറിച്ച് എന്താണെന്ന്. എല്ലാ സ്ത്രീകളും, അതിൽപ്പെട്ട എല്ലാ യുവതികളും
പറയുന്നത് കല്യാണം അതൊരു പ്രഹസനമാണത്, സ്ത്രീ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നതാണ്. നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മിൽ പലരും കല്യാണത്തിന് സമ്മതിക്കുന്നത്. ഏതാനും വർഷങ്ങൾ, 3-4 വർഷങ്ങൾക്ക് ശേഷം അത് തീരെ പാടെ ഇല്ലാതാകും. കല്യാണം കഴിക്കേണ്ടത് വളർന്നു വരുന്നവരാണല്ലോ, വളർന്നു വരുന്ന യുവാക്കൾ, യുവതീയുവാക്കളാണല്ലോ കല്യാണം കഴിക്കേണ്ടത്. അവർക്കിടയിൽ മഹാഭൂരിപക്ഷവും കല്യാണത്തെ എതിർക്കുന്ന, എന്നിട്ടോ അവർക്ക് ഇഷ്ടമുള്ള ആളുകളുമായി ഇഷ്ടമുള്ള സമയത്തോളം ഒന്നിച്ചു കഴിയുക, ആവശ്യമില്ലെങ്കിൽ പിരിഞ്ഞു പോവുക എന്നൊരു നിലയിലേക്ക് അവരെത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ കാലം പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ചിന്ത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. എത്ര മനോഹരമായിട്ടാണ് വിവാഹ ജീവിതത്തെ കുറിച്ച് ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത്. സന്തോഷത്തോടെ ഒരു കുടുംബം 2 പേരൊന്നായി ഒരു കുടുംബമായി, അതിലൂടെ മക്കളുടെ മക്കൾ, മനോഹരമായ ജീവിതത്തെയാണ് ഖുർആൻ മുന്നിൽ കാണുന്നത്. പ്രയാസകരമായ ജീവിതം അതിനിടയിൽ ഉണ്ടാകുമ്പോൾ പോലും ഭാര്യയും മക്കളുമായി ഒന്നു ചേർന്നുകൊണ്ട് സമാധാനിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ മനുഷ്യന്റെ മനസ്സ് കണ്ടറിഞ്ഞുകൊണ്ടാണ് ഇസ്ലാം നിയമങ്ങൾ നടപ്പാക്കിയത്. ഇവരെ സംബന്ധിച്ചിടത്തോളം മനസ്സവർ കാണുന്നില്ല. അവർക്ക് ശാരീരികമായ സുഖങ്ങളും ആവശ്യങ്ങളും മാത്രമേ രക്ഷപ്പെടൂ. അങ്ങനെയുള്ള ഒരു യുവാക്കൾക്കിടയിലേക്കാണ് നമ്മുടെ മക്കളും യുവാക്കളായി വളർന്നു വരേണ്ടത്. നമ്മുടെ മക്കളും വിദ്യാർത്ഥികളായി വളർന്നു വരേണ്ടത്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം. ഇസ്ലാം പ്രവാചകൻ പറഞ്ഞു, ബദൽ ഇസ്ലാം ഖരീബ ഫസയഊദു കമാ ബദാ ഫതുഹാലിൽ ഖുർബാ. അപരിചിതാവസ്ഥയിലാണ് ഇസ്ലാം വന്നിരിക്കുന്നത്. അതേ അവസ്ഥയിലേക്ക് അത് തിരിച്ചു പോകും. അപരിചിതാവസ്ഥയിൽ വന്ന ഇസ്ലാം അതേ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും. ഇന്ന് കാണുന്ന യുവാക്കളുടെ, യുവതികളുടെ ഒക്കെ ചിന്തകളൊക്കെ ആ ഒരു അപരിചിതാവസ്ഥ നമുക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഈ അപരിചിതരായി നിൽക്കുന്ന ചുരുക്കം ചില ആളുകൾ ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടാവാം. അവർക്ക് മംഗളം എന്നാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. ഏത് സന്ദർഭത്തിലും കുറച്ചാളുകളാവട്ടെ, കുറച്ചു പേരാവട്ടെ, അവർ ഈ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ ദുനിയാവിൽ മനസമാധാനവും ആഖിറത്തിൽ വമ്പിച്ച നേട്ടവും ഉണ്ടാകും. അത്തരത്തിൽ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കണം നമ്മിലുണ്ടാവേണ്ടത്. ഓരോ വർഷം, പുതിയ വർഷം വരുമ്പോഴും, ഓരോ സമയം കടന്നു പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ എത്രമാത്രം പടച്ചവനുമായി അടുത്തു, നമ്മുടെ മക്കളെ എത്രമാത്രം പടച്ചവനുമായി അടുപ്പിക്കാൻ കഴിഞ്ഞു എന്ന ഒരു ചിന്തയായിരിക്കണം നമ്മെ പ്രചോദിപ്പിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.